പുല്ലൂർ പെരിയ പഞ്ചായത്ത് അതിർത്തിയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 3 ലോക്കൽ കമ്മിറ്റികളിൽ അമ്പലത്തറ ലോക്കൽ കമ്മിറ്റിക്ക് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ആസ്ഥാന മന്ദിരം നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടന പരിപാടികളാണ് നടന്നു വരുന്നത്. നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി പങ്കാളിത്തത്തോടുകൂടി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരം അമ്പലത്തറ ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസും റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിൻ്റെ ഓഫീസുമെല്ലാം പ്രവർത്തിക്കുന്ന മന്ദിരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുക. ഇവിടെ പറഞ്ഞതുപോലെ അമ്പലത്തറയിലെ പാർട്ടിക്ക് തീക്ഷ്ണമായ കടന്നാക്രമങ്ങളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു വരേണ്ടി വന്നു എന്നിവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. ലോകത്തെവിടെയുമുള്ള പാർട്ടിയെല്ലാം ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സ്വാധീനവും ശക്തിയും നിലനിർത്തുകയും വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. സഖാവ് കോടിയേരിയുടെ നാമധേയത്തിലാണ് അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ ഓഫീസ് നിർമ്മിക്കുന്നതിൽ പങ്കുവഹിച്ച എല്ലാവരെയും, പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും സഖാക്കളെയും അനുഭാവികളെയും ബന്ധുക്കളെയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തോടൊപ്പം തന്നെ കാരണം ഇതൊന്നും സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ കമ്മിറ്റിയോ ഒന്നും പണം സ്വരൂപിച്ച് കൊടുത്തുണ്ടാക്കിയ ഓഫീസുകളല്ല. ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ജാഗ്രതയോടെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സഖാക്കൾ മുൻകൈയെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനകീയ സംരംഭമാക്കി മാറ്റിക്കൊണ്ടാണ് നമ്മുടെ ഓഫീസുകളായാലും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിൽ പ്രത്യേകമായി നടന്നു വരുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലോക്കൽ കമ്മിറ്റികൾക്ക് മാത്രമല്ല, കേരളത്തിലെ നിരവധി ഏതാണ്ട് 38,000 ബ്രാഞ്ചുകൾ നമുക്കുണ്ട്. അതിൽ കുറേ ബ്രാഞ്ചുകൾക്ക് സ്വന്തമായി കെട്ടിടമുണ്ട്. ലോക്കൽ കമ്മിറ്റികൾക്ക് മിക്കവാറും ഓഫീസുകളുണ്ട്. വിഭജിച്ച് പോകുമ്പോഴാണ് ഒരു പഞ്ചായത്തിൽ തന്നെ 3-4 കമ്മിറ്റികൾ ഉണ്ടാകുമ്പോഴാണ് അവസാനം വിഭജിച്ച കമ്മിറ്റികൾക്ക് ഓഫീസ് വേണ്ടി വരുന്നത്. ഏരിയ കമ്മിറ്റികൾക്ക് ഓഫീസുണ്ട്, ജില്ലാ കമ്മിറ്റികൾക്ക് ഓഫീസുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് യഥാർത്ഥത്തിൽ AKG സെൻറ്റർ, അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസല്ല. കേരളത്തിൽ സംസ്ഥാന കമ്മിറ്റിക്കാണ് ഓഫീസ് ഇല്ലാത്തത്. അതൊരു പഠന ഗവേഷണ കേന്ദ്രമാണ്, ഒരു അർദ്ധ ഔദ്യോഗിക സംവിധാനമാണ് AKG സെൻറ്റർ. അതുകൊണ്ട് പാർട്ടിക്ക് ഒരാസ്ഥാനം വേണം എന്ന് തീരുമാനിച്ച് ഇപ്പോഴത്തെ AKG സെൻറ്ററിൻ്റെ സമീപത്ത് തന്നെ ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കെട്ടിടങ്ങളും ജനങ്ങളുടെ ചെലവിലാണ് നിർമ്മിക്കുന്നത്.
എല്ലാ കെട്ടിടം മാത്രമല്ല, എല്ലാ സംഘടനാ പ്രവർത്തനവും നടക്കുന്നത് ജനങ്ങളുടെ ചെലവിലാണ്. നമ്മളും CPM അല്ലാതെ കോൺഗ്രസ്സിന് BJPക്ക് കോടാനുകോടി റുപ്യ കോർപ്പറേറ്റുകൾ നൽകും. ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് 8600 കോടി റുപ്യയാണ് BJP സ്വരൂപിച്ചത്. പിന്നെ അവർക്കെന്തിനാണ് പണം? ഇവിടെ സേവാഭാരതി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തിനും ഉപയോഗിക്കുന്ന പണം കുത്തക മുതലാളിമാരുടെ പണമാണ്. ഇവിടെ ത്യാഗമൊക്കെ അവർ പറയുക, ഒരു ത്യാഗവും ഇല്ല. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 8600 കോടി റുപ്യ സ്വരൂപിച്ചത് കുത്തക മുതലാളിമാരുൾപ്പെടെയുള്ള സമ്പന്നന്മാരിൽ നിന്നാണ്. അദാനിയും അംബാനിയുമെല്ലാമാണ് അവർക്കിഷ്ടം പോലെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ കൊടുക്കുന്നതല്ല, അവർക്ക് ആയിരക്കണക്കിന് കോടി റുപ്യയുടെ ആസ്തി വർദ്ധിപ്പിക്കാനുള്ള നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓഹരി. ഞാൻ പിന്നെ വേറെ പദമൊന്നും ഉപയോഗിക്കുന്നില്ല. ഓഹരിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പേരും ഉപയോഗിക്കാം. പക്ഷെ ആ ഓഹരി വാങ്ങിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. മുമ്പ് കോൺഗ്രസും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും കോൺഗ്രസും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ ഈ കോർപ്പറേറ്റുകളോട് പണം വാങ്ങാറില്ല. നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. കോർപ്പറേറ്റുകളുടെ പണം വാങ്ങാതെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് നമ്മുടെ പാർട്ടി.